അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ജിൽബാബ് പ്രയർ ഡ്രസ്സ് എങ്ങനെ മുൻ പീസോ ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 4 മീറ്റർ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിനെ ആദ്യം നമുക്ക് കൈ മാത്രം കട്ട് ചെയ്തെടുക്കണം. ബാക്കിയൊന്നും കട്ട് ചെയ്യാതെയാണ് ഇത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കയ്യിന് വേണ്ടി ഇങ്ങനെ മടക്കുക, തുണി ഇങ്ങനെ 4ആയി മടക്കിയിട്ട് ഒരു 17 ഇഞ്ച് കയ്യിന് വേണ്ടി ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പീസ് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് 2 കൈയാണ്, അപ്പോൾ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 കൈയായി. ഇത് 1 2 ഈ 2 കൈ മാത്രം ഇത് വന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ വീതി എത്ര ഉണ്ട് നമുക്ക് നോക്കാം. അത് 41 ഉണ്ട്. അപ്പോൾ 41 നമുക്ക് വേണ്ട, നമുക്ക് 37 ഇഞ്ച് മതി. അപ്പോൾ ഒരു 37 ഇഞ്ച് ഇവിടെ അടയാളിട്ട് കൊടുക്കാം. അപ്പോൾ അധികം തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഇത്ര മതി. തടി കുറഞ്ഞ ആൾക്കായതുകൊണ്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇനി ഇത് രണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് നമുക്ക് മുഖത്ത് ഇങ്ങനെ മുഖമക്കനാക്കിയിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വന്നു. ഇനി നമുക്ക് മുഖമക്കനെ ഇവിടെ ബാക്കിൽ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കയറ് അടിക്കണം. അത് അലാസ്റ്റിക് ഇട്ടിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ പീസ്, ഇത് ഒരു 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ്. അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി ഇത് പിൻ ചെയ്തിട്ട് ഇത് മറിച്ച് കൊടുക്കുക. ഈ തുണി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക, ഈ തുമ്പ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ വെച്ച് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ പോരും. അപ്പോൾ എളുപ്പം മറിച്ചെടുക്കാൻ കഴിയും. അതങ്ങനെ മറിച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു 13 ഇഞ്ചിൽ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ തയ്ച്ച് വെച്ച ഈ പീസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് കോർക്കുക. ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിടുക. ഇതിങ്ങനെ ഇത് അലാസ്റ്റിക് വെക്കും ചെയ്യുക. 2 ഭാഗത്തും കയർ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ അലാസ്റ്റിക്കാണ് വെക്കുന്നത്.
അതുപോലെ ഈ രണ്ട് സൈഡും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലും അടയാളം ഇടുക. ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മറ്റേ സൈഡ് ഇതിൻ്റെ നല്ല ഭാഗത്തല്ല ചീത്ത ഭാഗത്താണ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ബാക്കിക്ക് കെട്ടാനുള്ള വള്ളി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ കയ്യിന് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് നീളത്തിലുള്ള അലാസ്റ്റിക് 2 എണ്ണം ഇവിടെ ഒട്ടിയെടുത്തിട്ടുണ്ട്. അത് കയ്യിന് ഇടാൻ വേണ്ടിയിട്ട് കയ്യിൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി. ഇനി നമ്മൾ ഇതിങ്ങനെ കോർത്തെടുക്കുക. ഇതിങ്ങനെ 2 സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ മറ്റേതും തയ്ച്ചെടുക്കുക. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഈ സെൻറ്റർ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ സെൻറ്റർ വരുന്ന ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വരുന്ന രൂപത്തിൽ അളവെടുത്തിട്ട് 2 സൈഡിലും ഒരടയാളം ഇട്ട് കൊടുക്കണം. ഇവിടെയാണ് അടയാളം ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും അടയാളം ഇട്ട് കൊടുക്കുക. ഈ തുണിയുടെ മറ്റേ സൈഡ്, അതായത് അടിഭാഗം, ഇത് മുന്നും ബാക്കും ഒന്നിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ അടയാളപ്പെടുത്തിയ ഇവിടെ വെക്കുക. ഉണ്ടാവും ഈ അടയാളപ്പെടുത്തിയ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ തയ്ച്ച് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ കണ്ടോ ഈ അടയാളത്തെ ഇവിടെ ഇതിൻ്റെ മറ്റേ സൈഡ് ഇനി കൈ പിടിപ്പിക്കണം. അതിന് വേണ്ടി കയ്യിൻ്റെ 2 ആക്കി മടക്കിയിട്ട് ഇവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. ഇത് അടയാളം നമ്മൾ ഇവിടെ കൂട്ടി വെച്ച ഇവിടെ പോയിൻ്റ് ഇട്ടിരുന്നില്ല, ആ പോയിൻ്റ് ഇട്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്ത് ആ ഭാഗത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടിങ്ങനെ തയ്ച്ച് പോരുക. നല്ല ഭാഗം വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ മറു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങനെ കൈ മുഴുവനായിട്ടും പിടിപ്പിക്കുക. അപ്പോൾ നമ്മളൊരു കൈ ഇതുമ്പോൾ പിടിപ്പിച്ചു. ഇങ്ങനെ ഒരു കൈ ഇതുമേ ജോയിൻ ചെയ്തു. ഇനി മറ്റേ കൈയും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യണം. ഇനി നമ്മൾ സൈഡ് യോജിപ്പിച്ച് കൊടുക്കണം.
അതിന് നല്ല ഭാഗം ഉള്ളിൽ ചീത്ത ഭാഗം പുറത്തും വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കുക. 2 കൈയിൻ്റെ തുമ്പുകൾ ഒരുപോലെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഒരു സൈഡ് യോജിപ്പിച്ചു. അടിഭാഗത്തെത്തുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്ത പീസാണ്, ഇത് മടക്കാണ്. ഇത് നമ്മൾ ലാസ്റ്റാണ് കട്ട് ചെയ്യുക. ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതുപോലെ മറ്റേ സൈഡും ജോയിൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ മറ്റേ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കും. ഇപ്പോൾ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്തു. 2 സൈഡും ജോയിൻ ചെയ്തു. ഇനി അടിഭാഗം കട്ട് ചെയ്തെടുത്ത് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ്. അടിഭാഗം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഇതൊറ്റ പീസായിട്ടാണുള്ളത്. ഇത് മടക്ക ഭാഗം. ഇനിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ തയ്ച്ചാൽ ബാക്ക് ഭാഗം മുൻഭാഗം കയറിപ്പോകുന്ന പ്രശ്നം വരില്ല. ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ മുൻഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ആയി കണ്ടോ. ഇങ്ങനെ ആയാൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് മുൻഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കയറിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തയ്ച്ചാൽ ഇത് ബാക്കോ മുന്നോ കയറിപ്പോകൊന്നും ചെയ്യില്ല. ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിത് മടക്കി തയ്ച്ചാൽ മാത്രം മതി. അതോടുകൂടി ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. ഇനി ഇത് മടക്കി തയ്ക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുക. അടിഭാഗം ഇങ്ങനെ വെച്ചിട്ട്. അപ്പം നമ്മുടെ ജിൽബാബ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ജിൽബാബിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പ വഴിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.